ഹലോ ഗൈസ്, സിഡ് വീലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗൈസ് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ നമ്മൾ ബൈക്കുകളിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം സ്വന്തമായിട്ടൊരു ബൈക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബൈക്ക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു വീഡിയോ കണ്ടിരിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നേരെ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്, നേരെ നിങ്ങൾ കയറി ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയേക്കാം. ഗൈസ്, നമ്മൾ ഭൂരിഭാഗം പേരും നൈറ്റിൽ വീട്ടിൽ വണ്ടി കൊണ്ട് വെച്ചിട്ട് രാവിലെ ആയിരിക്കും വണ്ടി എടുക്കുന്നത് അല്ലേ? എങ്ങനെയാണ്? ജസ്റ്റ് രാവിലെ വണ്ടി കയറി കീയൊക്കെ ഇടുന്നു, സെൽഫ് അല്ലെങ്കിൽ കിക്ക് സ്റ്റാർട്ട് അടിച്ചിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി അങ്ങ് പോകുന്നു, ജസ്റ്റ് അങ്ങ് എടുത്തിട്ട് പോവുക. ഇതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ എൻജിൻ, വണ്ടിയുടെ എൻജിൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ രാത്രി വീട്ടിൽ കൊണ്ട് വെച്ചു, ഒരു 8-9 മണിക്കൂറൊക്കെ അല്ലെങ്കിൽ ഒരു 6-7 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ആണല്ലോ പിന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിക്കകത്ത് ഓയിലുണ്ട്. എന്തിനു വേണ്ടി ഓയിൽ? ഈ എൻജിൻ്റെ ഓരോ പാർട്സ് അതിന് വിയർ ആൻഡ് ടിയർ അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഓയിൽ. അപ്പോൾ നമ്മൾ ഈ രാത്രി വണ്ടി ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? ഈ ഓയിൽ നമ്മുടെ എൻജിൻ്റെ സമ്പിലേക്ക് അടിയും അല്ലേ? എൻജിൻ്റെ അടിത്തട്ടിലേക്ക് ഇത് അടിഞ്ഞ് കിടക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ രാവിലെ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്തങ്ങ് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താഴെ സമ്പി കിടക്കുന്ന ഓയിൽ അവിടെ അതുപോലെ തന്നെ കിടക്കും, പെട്ടെന്ന് സർക്കുലേറ്റ് ചെയ്യത്തില്ല. എൻജിൻ്റെ മുകൾ ഭാഗത്തേക്കൊന്നും കൂടുതൽ ഈ ഓയിൽ ചെല്ലാത്തത് കൊണ്ട് തന്നെ ഈ പാർട്സ് തമ്മിൽ ഉരഞ്ഞിട്ട് വിയർ ആൻഡ് ടിയർ സംഭവിക്കും അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കും. ഇത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ ലൈഫിനെ നല്ല രീതിയിൽ കുറയ്ക്കും. അപ്പോൾ എന്താ, വണ്ടിക്ക് പെർഫോമൻസ് കുറയും, മൈലേജിന് വേരിയേഷൻ വരും, അവസാനം എൻജിൻ പണിയിലേക്കൊക്കെ വരും. അപ്പോൾ ഇത് സംഭവിക്കാതിരിക്കും, ഇതിങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു നിസ്സാര കാര്യമുള്ളൂ, ഒന്നുമില്ല. ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, കുറച്ച് നേരം ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് മാക്സിമം വണ്ടി ഒന്ന് ഐഡിയൽ പൊസിഷനിൽ വെക്കുക. അത് സിമ്പിളാണ്. സിമ്പിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ടാക്കുക, ആക്സിലേറ്റർ കൊടുക്കാതെ ഐഡിയലാക്കി വെക്കുക, ഒരു മിനിറ്റ്. ഓക്കെ, ഇത്ര നേരം കഴിയുമ്പോഴത്തേനും എന്താ, ഈ സമ്പി കിടക്കുന്ന ഓയിൽ എഞ്ചിൻ്റെ എല്ലാ പാർട്സിലേക്കും സർക്കുലേറ്റ് ചെയ്യും. ഓയിൽ എല്ലായിടത്തും, അതായത് നമ്മുടെ പിസ്റ്റണെ മൊത്തത്തിലൊന്ന് കുളിപ്പിക്കും, സിമ്പിളായി പറഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ ഒരു എഞ്ചിനിലേക്ക് എത്തുകയും ചെയ്യും. എഞ്ചിൻ നല്ല റിഫൈൻഡ് ആൻഡ് സ്മൂത്തും ആകും. വിയർ ആൻഡ് ടിയർ സംഭവിക്കുന്നത് നല്ല രീതിയിൽ കുറയ്ക്കുകയും ചെയ്യും. ഇനി പ്രത്യേകിച്ച് നിങ്ങൾ കുറേ നേരം നിർത്തിയിട്ട വണ്ടി എടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയർ ഇട്ട് കൈ കൊടുത്തങ്ങ് പോകരുത്, പകരം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നേരെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഫോർവേഡ് ചെയ്ത് കൊടുത്തേക്കുക. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി അത് മറക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് കയറി ഫോളോ കൂടെ ചെയ്തേക്കാം. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം സിഡ് വീലർ.